നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലൊക്കെ എപ്പോഴും ഈ തമിഹ ഡിസൈൻസ് വന്നിട്ട് കുറേ ഡ്രസ്സിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം. ഓരോരുത്തർ ഇട്ടിരിക്കുന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ഒരു അശ്വതി ഇട്ടിരിക്കുന്നത് ഫുൾ ബാഡ് റിവ്യൂ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അയോഡൻ്റെ കുറിച്ച് നിങ്ങൾ തന്നെ വായിച്ചോളൂ. അവർ പറയുന്നത് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ ഒരാൾ ഇട്ടിരിക്കുന്നത്, ഒരു ദിവ്യ ഇട്ടിരിക്കുന്നത്, എല്ലാം ജെന്യൂൻ ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാം അതിൽ കൂടുതൽ ലേഡീസാണ്, അവരെല്ലാം ഇട്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള റിവ്യൂ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ റിവ്യൂ നമുക്കിങ്ങനെ നോക്കാം. ഇതൊക്കെ ഓരോരോ റിവ്യൂ ആണ് ഇങ്ങനെ. എല്ലാവരും ഇട്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ്. അപ്പം ആളുകൾ ഇതിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുമ്പം റിവ്യൂസൊക്കെ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും റിവ്യൂ നോക്കുക. നമുക്ക് എല്ലാ റിവ്യൂ ഇങ്ങനെ ഒന്ന് നോക്കാവുന്നു. എത്ര റിവ്യൂ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒരു സ്റ്റാർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മോശം സർവീസാണോ ഇവരുടേത്? എല്ലാവരും ഇട്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മോശം ഇതാണ്. 1 സ്റ്റാർ ഇട്ടിരിക്കുന്നത്. കൂടുതലും ലേഡീസാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും. മോർ റിവ്യൂസ് ഇനിയും ഉണ്ട്. എല്ലാം 1 സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഡോണ്ട് ബൈ ഫ്രം ദിസ് വെബ്സൈറ്റ്, ഐ ഹാവ് ഓർഡർ, അങ്ങനെ എല്ലാവരും ഇട്ടിരിക്കുന്നത്. ദേ ആർ പ്യൂർലി ചീറ്റർ വൺസ് എന്തൊക്കെയാണോ അതിനകത്ത് വന്നിരിക്കുന്നത്. ദെയർ സർവീസ് ഇസ് വെരി ബാഡ്. ഐ വാണ്ട് ടു സേ മൈ ഇയർലിയർ ദിസ് കുർത്തി ഈസ് ഫാൻറ്റാസ്റ്റിക് അറൈവ്ഡ് ടൈം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും ഇതാണ്, ക്വാളിറ്റി പോരെന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓർഡർ നമ്പർ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജയശ്രീ ഇട്ടിട്ടുണ്ട്. പത്തറ്റിക് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർത്തിക് ഇട്ടിട്ടുണ്ട്. കീർത്തന സുരേഷ് ഇട്ടിരിക്കുന്നത് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ് എക്സ്പീരിയൻസ് എന്നാണ്. പിന്നെ ഒരു എക്സ്പീരിയ രാജേഷ് ഇട്ടിരിക്കുന്നത് അലർട്ട് ഡോൺ ബൈ ദിസ് ബൈ എനിത്തിങ് ഫ്രം ദിസ് സൈറ്റ്, പക്ക ഫ്രോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഷാരു ഇട്ടിരിക്കുന്നത് ഓഡേറ്റ് കുർത്തി ആഗസ്റ്റ് 4 ഹാവ് നോട്ട് റിസീവ്ഡ് യെറ്റ്, കോൾഡ് മൾട്ടിപ്പിൾ ടൈംസ്, ആരും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരാൾ ഇട്ടിരിക്കുന്നത് നോ റെസ്പോൺസ്, നോ കസ്റ്റമർ സർവീസ്, വെരി വേസ്റ്റ്, ഡോണ്ട് വേസ്റ്റ് യുവർ മണി എന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു സാധനം ഇട്ടിരിക്കുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ മന്ത്സ് നൗ, ഐ സ്റ്റിൽ ഹാവ് നോട്ട് റിസീവ്ഡ്. എല്ലാവരും ബാഡ് കമൻസ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഹരിണി ഇട്ടിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. പിന്നെ ഒരു മീന ഗൗൺ ഇട്ടിരിക്കുന്നത് ഫേക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും മൈനസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പ്രീതി ഇട്ടിരിക്കുന്നത് തമിഹ ഡിസൈൻസ് അപ്പിയേഴ്സ് ടു ബി എ സ്കാം, അവോയ്ഡ് പ്ലേസിങ് ഓർഡർ ഫ്രം ദെയർ വെബ്സൈറ്റ്. ഇത്രയും ഫ്രോഡാണോ ഇവർ? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും ആരും ചതിയിൽ വീഴാതിരിക്കുക. ഇത് ഞാൻ പറയുന്ന അഭിപ്രായമല്ല, ജെനുവിനായിട്ടുള്ള റിവ്യൂസാണ്. കൂടുതൽ ലേഡീസാണ് ഇട്ടിരിക്കുന്നത്. ഐ ഓർഡർ ടു കുർത്തീസ്, എല്ലാം ഇതാണ്. എല്ലാവരും നെഗറ്റീവാണ്, എല്ലാം 1 സ്റ്റാർ ഓപ്ഷൻ. എനിക്കൊന്ന് ഈ 1 സ്റ്റാർ ഓപ്ഷൻ ഇല്ലെങ്കിൽ ആളുകൾ 0 സ്റ്റാർ കൊടുത്തേനെ എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ്, ഐ ഷുഡ്. ഇനിയുണ്ട്, ഒരുപാട് റിവ്യൂസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റൊന്നും പോരാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് വായിക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു. ഫ്രോഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അനസ് ഇട്ടിരിക്കുന്നു. ആഫ്റ്റർ പേയ്മെൻറ്റ് വിൽ നോട്ട് സെൻഡ് പ്രൊഡക്റ്റ്, നെവർ അറ്റൻഡ് ഫോൺ. ഇവർ ഫോൺ എടുക്കത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇട്ടിരിക്കുന്നത് പ്രീതിയായിട്ടിരിക്കുന്നത് വെരി പുവർ കസ്റ്റമർ സർവീസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ദിസ് ഇസ് എ റിയൽ സ്കാം. ഇതെന്താണ് എല്ലാവരും സ്കാം എന്നല്ല പറയുന്നത്? ഇപ്പം എല്ലാവരും ഒരു മാസം മുമ്പുള്ള റിവ്യൂ ആണ് ഇത് മൊത്തം ഉള്ളത്. പിന്നെ അടുത്തിട്ടിരിക്കുന്നത് വേസ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ഇവിടുന്ന് നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത്രയും വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്നും എടുക്കൽ, ഇവർ ഇത്രയും ഫ്രോഡാണ്. വെറുതെ പൈസ കളഞ്ഞിട്ട് പിന്നെ അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അവർ അറ്റൻഡ് പോലും ചെയ്യുന്നു, കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഈവൻ ഐ ഹാഡ് സെയിം എക്സ്പീരിയൻസ്. എല്ലാവരും ഇട്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. ദേ ആർ ഗിവിങ് ഡാൻസിങ് ആഡ്സ്, നോ റെസ്പോൺസ്. ഡാൻസ് എടുത്തിട്ടുള്ള കുറേ ആഡ് ഇട്ടിട്ടാണ് ഈ പെണ്ണുങ്ങളെല്ലാം വീഴുന്നത്. ഇവർ നേരെ ഈ ആടും കണ്ടിട്ട് നേരെ പോയി കഴിയുമ്പം ഈ പെൺകുട്ടികളെ അറിയാമല്ലോ, അവർക്ക് ഇങ്ങനെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു കൊതി തോന്നും, അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ് ഇവരുടെ പൈസ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ 1 സ്റ്റാർ ആയിട്ടിരിക്കുന്നത്. ഐ ഹാവ് ഓർഡേഡ് ഡിസംബർ സ്റ്റിൽ നോട്ട് ഗെറ്റിംഗ് മൈ ട്രാക്കിംഗ്. ഐ ഹാവ് ഓർഡേഡ് എ പ്രൊഡക്റ്റ് സച്ച് എ വെബ്സൈറ്റ്, ഇറ്റ്സ് ബീൻ 45 days and do not make some same mistake. ഡു നോട്ട് ഓർഡർ ഫ്രം ദം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യില്ലെന്നാണ് ഇട്ടിരിക്കുന്നത്.
ഐ ആം പോസ്റ്റിംഗ് ദിസ് റിവ്യൂ. അനു തോമസ് ഇട്ടിരിക്കുന്നത് ഐ ആം പോസ്റ്റിംഗ് ദിസ് റിവ്യൂ ടു മേക്ക് പബ്ലിക് അവെയർ ഓഫ് പത്തറ്റിക് കസ്റ്റമർ സർവീസ്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമാണ്. എന്തായാലും ഇവർ എത്ര പേരെയാണ് പറ്റിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. എല്ലാവരും റിവ്യൂ ഇടാറില്ല, മോശം എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും റിവ്യൂ ഇടാറില്ല. അതിൽ ഇട്ടവരുടെ ലിസ്റ്റാണ് നോക്കിയത്. അപ്പോൾ അതിൽ വളരെ മോശമായിട്ടുള്ള റിവ്യൂസ് അവിടെ കാണുന്നത്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്കാമാണ്. എന്തുകൊണ്ട് ഇവർക്കെതിരെ പരാതി ആരും പോകുന്നില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഐ ഫോർഗെറ്റ് വൈ ഐ മിസ്ഡ് പീപ്പിൾ റിവ്യൂ ഫ്രോം ആകണ്ട. ഐ റിഗ്രറ്റ് വൈ ഐ മിസ്ഡ് പീപ്പിൾ റിവ്യൂ ഫ്രം ഗൂഗിൾ. ഐ ഓർഡർ. എല്ലാവരും അവർ പറയുന്നത് എന്തുകൊണ്ട് ആരും റിവ്യൂ ഇടുന്നില്ല, മോശം റിവ്യൂ ഇടുന്നത്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഓൾ സർവീസസ് അബ്സല്യൂട്ട് ഐ പ്ലേസ്ഡ് ഓർഡർ ഓൺ അവനോട് ഡ്രസ് എന്തോടെ എല്ലാവരും വളരെ മോശമായിട്ട് ഇട്ടിരിക്കുന്നത്. ഐ ഓർഡർ ഡ്രസ് എല്ലാവരും ഇടുന്നു. അടുത്ത ഫ്രോഡ്ലൻഡ് വെബ്സൈറ്റ്, ഫ്രോഡ് പീപ്പിൾ സെൻഡ് വെബ്സൈറ്റ് കസ്റ്റമർ സപ്പോർട്ട് വെരി ഡോ വോണ്ട് റെസ്പോണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. ഐ ഹാവ് ഓർഡർ ടു പ്രൊഡക്റ്റ്. ഇത് തീരുന്നില്ല. ഇത് അക്ഷയപത്രം പോലെ ഇങ്ങനെ താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ്. ഇനിയും നോക്കുമായിരുന്നുണ്ട്. ദിവ്യ ഇട്ടിരിക്കുന്നത് കൂടുതലും പെണ്ണുങ്ങളെയാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഡോൺ ഫോൾഡ് ബൈ ദെയർ. നിങ്ങൾ അവരുടെ പരസ്യത്തിലൊന്നും വീണിട്ടില്ല പറയുന്നത്. എല്ലാവരും ഹൈലി ഓവർ റേറ്റഡ് ദ ടൈം ഓഫ് ദ ഡെലിവറി. ഡോണ്ട് ഗോ ദെയർ ഇൻസ്റ്റാ പേജ്. ഐ മേഡ് മിസ്റ്റേക്ക്. ഐ ഡു നോട്ട് ഓർഡർ ഫ്രോം ദം. ഇറ്റ്സ് ഫ്രോഡ് കമ്പനി എന്നാണ് എൽസിറാനി പറഞ്ഞിരിക്കുന്നത്. മോശം സർവീസ് എന്നാണ് വേറെ ഒരു ലിഖിത റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. ഇവർ ഹിന്ദിക്കാരെ വരെ ഒരു പറ്റിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഈ പറഞ്ഞതുപോലെ ഹിന്ദിക്കാരൊക്കെ ഇത് വാങ്ങിയിട്ട് അവരെങ്ങനെ ഇവിടെ വരും? ഈ 2000, 4000, 5000 സാധനമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്ന് വരക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ചിലരൊക്കെ പൈസ ഉപേക്ഷിക്കുമായിരിക്കും. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും റിവ്യൂസാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല. ഇതിലുള്ള റിവ്യൂസിൻ്റെ അഭിപ്രായമാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ തമിഹായിലെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അവിടെ ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കിത് കാണാൻ സാധിച്ചത്. ഇനിയും നോക്കാം. വെരി റോസ്റ്റ് എക്സ്പീരിയൻസ് ഫ്രം തമിഹ. എല്ലാവരും പറയുന്നത് വെരി ബാഡ് സർവീസ്, ഫേക്ക്. ഐ തിങ്ക് ദേ ആർ ഫേക്ക്. ഐ ബുക്ക്ഡ് ഓൺ പ്രൊഡക്റ്റ്. എല്ലാവരും 1 സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഇത്രയും 1 സ്റ്റാർ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്ലീസ് ഗൈസ് ഡു നോട്ട് പർച്ചേസ് ഫ്രം ദം. അവരൊന്ന് പർച്ചേസ് ചെയ്ത് പറയുന്നത്. പൂജ പറയുന്നത് പോലെ തന്നെയാണ് മോശം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മൊണിക്ക ശ്രീ ഫ്രോഡ് ചീറ്റിംഗ് ദ കസ്റ്റമേഴ്സ് ഓർഡർ ടു കുർത്തീസ് ഓൺ ഒക്ടോബറിൽ 23 ഇപ്പോഴും കിട്ടില്ല തന്നെ പറയുന്നത്. ബിവെയർ ഓഫ് ക്യാൻ പോസിബിലിറ്റി ഫോർ ഫ്രോഡ് ബിസിനസ്. അത് ശാന്തിയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. എന്താ അതൊക്കെ തന്നെ സെയിം, എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉള്ളത്. ഓർഡർ ഓർഗനൈസ് സാരീസ് ഐ ഷുഡ്. ഇത് മൊത്തം മോശമാണല്ലോ. നോവയം തമിഹ ഡിസൈൻസ് ഫ്രാഡെന്ന് പുഷ്പലത പിറ്റൻ പറയുന്നു. ദേ ആർ ബെഞ്ച് ഓഫ് സ്കാമേഴ്സ്. അത് കൊള്ളാം, അത് കലക്കി. ഇങ്ങനെ അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ ഇതൊക്കെ കൂടുതൽ ഇട്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇവർ നോർത്ത് ഇന്ത്യൻസിനാണ് ഇവർ ലക്ഷ്യം വെക്കുന്ന തോന്നുന്നു. 8 മിനിറ്റ് ആയിട്ടും ഇപ്പോഴും നമ്മൾ വായിച്ച് തീർന്നിട്ടില്ല. ഇറസ്പോൺസിബിൾ ബിഹേവിയർ ടുവേർഡ്സ് കസ്റ്റമേഴ്സ് ഫ്രോഡ് കമ്പനി എന്നിട്ടിരിക്കുന്നത്. പിന്നെ തമിഹ ഡിസൈൻസ് ആർ സോൺലി ബിക്കോസ് പ്രോമിസിങ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫിന ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് വെരി ബാഡ് എക്സ്പീരിയൻസ് ഐ ഹാവ് ഫേസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു അർച്ചന ഇട്ടിട്ടുണ്ട്. ഐ ഹാവ് പ്ലേസ്ഡ് ദ ഓർഡർ വിത്ത് തമിഹ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു കമൻറ്റ്. നോൺ ഡെലിവറി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുവാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനിത് ഓടിച്ചു വിടുകയാണ്. ഐ ഹാവ് ഓർഡർഡ് ഫസ്റ്റ് ഓൺ ഡിസംബർ. ഐ ഹാവ് ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഫ്രോഡ് ടോട്ടലി ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. നോക്കിയാൽ എല്ലാം നമുക്ക് ഒരു രഞ്ജിതയാണെങ്കിലും ശരി പറയുന്നത്, നിവേദിത, ഷുകിത ശ്രീനിവാസൻ, എല്ലാവരും വളരെ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന പറയുന്നതും അങ്ങനെ തന്നെയാണ്. ശ്രീദേവി ഐ ഡോണ്ട് വാണ്ട് ഗീവ് ദം 1 സ്റ്റാർ. അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 സ്റ്റാറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും 0 സ്റ്റാർ ഇട്ടേനെ. ഇനിയിപ്പം തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും അതിലും നെക്കിയേനെ. കാരണം ഇത്രയും മോശമായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു മോശമായിട്ടുള്ള സൈറ്റോ അല്ലെങ്കിൽ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നോക്കി എല്ലാവരും ഇട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഫ്രോഡെന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ പറയുന്നത്. എന്നാലും നമ്മുടെ ആളുകൾ ഒരിക്കലും നന്നാവില്ല. എല്ലാവരും പിന്നീട് വീണ്ടും ഈ പെൺകുട്ടികളെ ഡാൻസ് കളിപ്പിച്ചിട്ടുള്ള ആഡ് കാണുമ്പോൾ അവർ പോയി ഓർഡർ ചെയ്യും. നെവർ ബൈ ഫ്രം ഹിയർ ലുക്സ് ഫേക്സ് എന്നാണ് ഇട്ടിരിക്കുന്നത്.
ഇതിപ്പം 10 മിനിറ്റും തികയത്തില്ല, സമയത്തിൻ്റെ പരിമിതിയാണ് ഇതിനകത്തുള്ളത്. ദ വേസ്റ്റ് ഓൺലൈൻ സ്റ്റോർ, എല്ലാവർക്കും നല്ല നല്ല വളരെ അഭിപ്രായം ഉള്ളത്. വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗൗതമി പറയുന്നു. അക്ഷര പറയുന്നത് ഫേക്ക് പേജ്, പ്ലീസ് ഡോണ്ട് ബൈ ഫ്രം എനിത്തിങ് ഡോണ്ട് ബൈ എനിത്തിങ് എന്ന് പറയുന്നത്. ആരും ഒന്നും വാങ്ങല്ലെന്നാണ് പറയുന്നത്. ബട്ട്സ് വെരി വളരെ മോശം കസ്റ്റമർ സപ്പോർട്ട് എന്നാണ് പവിത്ര പറയുന്നത്. അഞ്ചു പറയുന്നത് ഐ ഹാവ് ഓർഡർ നാല് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. മോശം എക്സ്പീരിയൻസ് എന്ന് ഗായത്രി പറയുമ്പോൾ ഷിനു പറയുന്നത് കസ്റ്റമർ സർവീസ് ഇല്ല എന്നാണ് പറയുന്നത്. നോ റെസ്പോൺസ് ആഫ്റ്റർ റിപ്പീറ്റഡ് കോൾസ് എന്നാണ് അവർ പറയുന്നത്. 3 മാസം ആയിട്ട് ഇപ്പോഴും പ്രൊഡക്റ്റ് കിട്ടില്ലെന്നാണ് പറയുന്നത്. കുറത്ത് ഈ ഓർഡർ ആയിട്ട് ഫുൾ എമൗണ്ട് ഇൻക്ലൂഡിങ് ഡെലിവറി വാങ്ങിയെന്ന് പറയുന്നത്. പിന്നീട് ഒരു രേഷ്മ പറയുന്നത് അതേ കംപ്ലൈൻറ്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 10 മിനിറ്റ് സ്ക്രോൾ ചെയ്തിട്ടും ഹൊറിബിൾ എന്ന് പറഞ്ഞിട്ട് സ്വാതി ലക്ഷ്മിയാണ് ഹൊറിബിൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ്, ഇഫ് യു ഐ കുഡ് ഗീവ് 0 സ്റ്റാർ ഐ വുഡ് ഹാവ്. എനിക്ക് 0 സ്റ്റാർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കൊടുത്തേനെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇതുകൊണ്ട് പറയുന്നത്, തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ആളുകൾ അതിലും പ്രസ് ചെയ്തേനെ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രഞ്ജിത്ത് പറയുന്നത് ദേ ആർ ഫേക്ക് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇത് എന്നിട്ടില്ല, വീണ്ടും ലോഡ് മോറിലേക്ക് പോവുകയാണ്. ഇതാണ് തമിഴ.com അവരുടെ വെബ്സൈറ്റ്. ഐ ഹാവ് ഓർഡേഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. ഐ ഹാവ് പ്ലേസ്ഡ് ഐ ഹാവ് ഓർഡർ കുർത്തി ദാന്ന് പറയുന്നത് അത് തന്നെയാണ്, സെയിമാണ്. പിന്നെ ഒരു ആർക്കോർ ഹിന്ദിക്കാരാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്. സാധാരണ ഹിന്ദിക്കാരും മലയാളികളാണ് പറ്റിക്കുന്നത്. പക്ഷേ ഒരു മലയാളി ഹിന്ദിക്കാരെ പറ്റിക്കുന്നതിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാര്യം ഹിന്ദിക്കാർ മൊത്തം സ്കാമേഴ്സ് ആണല്ലോ. അവർ മാത്രം സൂഹിക്കണ്ട, നമുക്കും കുറച്ച് സൂഹിക്കാം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കൂടുതലും ഹിന്ദിക്കാരാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ അവർ കേരളത്തിലേക്ക് വരത്തില്ലല്ലോ. ഒരുപാട് ക്യാഷ് ചിലവുണ്ടല്ലോ ഇവിടെ വരുന്നതിന്. ആ പൈസ ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ആക്കുന്നത് പറഞ്ഞിട്ടാണ് അവർ ചിലപ്പം വരാത്തത്. എന്തായാലും ഹിന്ദിക്കാർക്ക് അങ്ങനെ തന്നെ വേണോടാ, നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. നിങ്ങൾക്കൊക്കെ ഇതും പറ്റിച്ചാൽ പോരാ. കാരണം നിങ്ങൾ ലോണെന്ന് പറഞ്ഞിട്ട് കുറേ പേരെ പറ്റിക്കുന്നുണ്ടല്ലോ, കുറേ ഹിന്ദിക്കാർ. എല്ലാവരും പറയുന്നില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞങ്ങൾ തമീഹ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഹിന്ദിക്കാർക്ക് പണി തരാൻ ഞങ്ങൾ തമീഹയുണ്ട് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞങ്ങളല്ല, ഞാൻ തമീഹയുടെ ആരുമില്ല. ജീന പറയുന്നത് അത് തന്നെയാണ്, മോശം അഭിപ്രായം എന്നാണ് പറയുന്നത്. ഒരു മധു മാൻഡി റോയി എന്താ ബാഡ് എക്സ്പീരിയൻസ്. ആൾക്കാരെ പറ്റിച്ച് ഒരു മലയാളം കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഇവർക്കൊക്കെ വേറെ പണിക്ക് വയ്ക്കൂടെ. ഐ ഓർഡർ എ സാരി വാട്ടൈ വാട്ടൈ But I received a very bad one. Informed them very same on the very same day. It's been 1 week, no reply yet. They saw my message. അവരെൻ്റെ മെസ്സേജ് കണ്ട് പക്ഷേ റിപ്ലൈ ഇല്ലെന്ന് പറയുന്നത്. എൻ്റെ 2000 രൂപ എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റി ജീവിക്കാൻ നാണമില്ലാത്ത കുറേ ആൾക്കാർ. ദേ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. അത് കൊള്ളാം. പീപ്പിൾസ് ആർ റിയലി സ്പോയിലിംഗ് ദ ക്രെഡിബിലിറ്റി ഓഫ് ഓൺലൈൻ ബിസിനസ്. അതെ, ഇവരെപ്പോലുള്ളവരാണ് ഈ ഓൺലൈൻ സെയിലിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നശിപ്പിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞത് ഒരു മലയാളം ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു ധനുഷ് പറയുന്നതും ബാഡ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. വെരി ബാഡ് എക്സ്പീരിയൻസ് എന്നാണ് ഷ്യാമിലിക്കും പറയാനുള്ളത്. വേസ്റ്റ് സർവീസ് അത് പറയുന്നത് രേഷ്മയാണ്. ഒരു ഹർഷിതയുണ്ട്, ഹർഷിതയും സെയിം തന്നെ. ഹർഷിത ഇവരെ ഫ്രോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ദേ ആർ ഹിയർ ടു ചീറ്റ് പീപ്പിൾ എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഡയലോഗൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ഡയലോഗാണ്. പിന്നെ രമ്യയ്ക്ക് പറയാനുള്ളതും അതേ എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും ലോഡ് മോർ ഞാൻ കൊടുക്കുകയാണ്. അനുപമയും സെയിം തന്നെയാണ് പറയുന്നത്. ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ് എന്നാണ് പറയുന്നത്. ഐ വിഷ് ഐ ഹാവ് ചെക്ക്ഡ്. ഓക്കെ 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 ഓക്കെ. അമൃതയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. വൈഷ്ണവി പ്രിയ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, അവരും പറയുന്നത് കസ്റ്റമർ സർവീസ് ഇതാണ്, ബാഡ് എക്സ്പീരിയൻസ് എന്ന് ഐശ്വര്യ പറയുമ്പോൾ, ജിലു ട്രീസ പറയുന്നതും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഇവർ ഫ്രോഡ് എന്നാണ് പറയുന്നത്. ഇത്രയും ഫ്രോഡ് കളിച്ചിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ ആളുകളുണ്ടെന്ന് ഓർക്കുമ്പോഴാണ് ഇതാവുന്നത്. ഈ ഐ ഹാവ് ഓർഡേഡ് സെയിം തന്നെയാണ് പറയുന്നത്. ഡിസ്പാച്ച് വെരി ബാഡ് കസ്റ്റമർ സപ്പോർട്ട്. ജീന പറയുന്നത്. രാധിക പറയുന്നത് സെയിം തന്നെയാണ്. എല്ലാവർക്കും ഒരേ കംപ്ലൈൻറ്റ് തന്നെയാണുള്ളത്. പല പല ഫോർമാറ്റിൽ ആളുകൾ ടൈപ്പ് ചെയ്തതേ ഉള്ളൂ. മിന്നു ജോർജിനും അത് തന്നെയാണ് പറയാനുള്ളത്. സ്കാം പീപ്പിൾ സ്റ്റേ അവേ എന്നാണ് നന്ദകുമാർ പറയുന്നത്. ഇഫ് യു പേ മണി ഡോണ്ട് റിസീവ് പ്രൊഡക്റ്റ് ഓൾസോ മണി ദേ വിൽ. കൊള്ളാം കൊള്ളാം കൊള്ളാം.
നല്ല നല്ല റിവ്യൂ ആണ്. ഈ റിവ്യൂ കണ്ടിട്ടും വാങ്ങിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സ്വന്തം റിസ്കിൽ പൈസ കൊടുത്ത് കാശ് കളയുക എന്നാണ് പറയാനുള്ളത്. ഒരു ശരവണനും അത് തന്നെയാണ് പറയുന്നത്. ബാഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ദേസ് ഗൈസ് ഇവർ ഫ്രോഡാണെന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സിനെ ഡോക്ടറാണ്, ഡോക്ടർ നാഗരാജ്. ഇവർ ഡോക്ടർമാരെയും പറ്റിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഡോക്ടേഴ്സുമാരോടും ഇങ്ങനെ തന്നെ കാണിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ജോസ് പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. വീണ്ടും ലോഡ് മോറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടും ഇവരുടെ 1 സ്റ്റാർ റിവ്യൂ ഇപ്പോഴും മാറിയിട്ടില്ല. ഇതുപോലെ ഹൊറിബിൾ കസ്റ്റമർ സർവീസ് എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ദേവാഞ്ജനാണ് പറയുന്നത്. ശീതൽ പറയുന്നത് അത് തന്നെയാണ്. നെഗറ്റീവ് റേറ്റിംഗ്, ഐ ഹാവ് ഓർഡർഡ് കേരള സാരി എന്നാണ് പറയുന്നത്. ഓക്കെ. സ്വാതി പറയുന്നതും ഐ കാൺ ഗീവ് 0 ഓർ നെഗറ്റീവ് റേറ്റിംഗ് എന്നാണ് സ്വാതിക്കും പറയാനുള്ളത്. മോശം സർവീസ് എന്ന് കാവ്യ പറയുമ്പോൾ ബി കെയർഫുൾ എന്നാണ് ശാന്തി തോമസ് പറയുന്നത്. ശാന്തിയുടെ 900 രൂപ പോയിട്ടുള്ളൂ. 12,000 പോയവർ മുകളിൽ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുമ്പോഴാണ് ഈ 900 രൂപയ്ക്കൊക്കെ എന്ത് വിലയാണെന്നാണ് എനിക്ക് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ എല്ലാവർക്കും പൈസയ്ക്ക് വില കൽപ്പിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും അധ്വാനിക്കുന്ന കാശാണ്. പിന്നെ ലിമയ്ക്കും പറയുന്നുള്ളത് വെരി ബാഡ് എന്ന് പറയുന്നത്. വെരി ബാഡ് ബൊട്ടിക് വിത്ത് നോ വാല്യൂസ് എന്നാണ് പറയുന്നത്. ദിസ് ഇസ് മൈ തേർഡ് പർച്ചേസ് എന്ന് തമിഹ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. അതും അവർക്കും മോശം അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പിന്നെ ജോലിക്ക് വരാനുള്ളത് വെരി വേസ്റ്റ് ഓൺലൈൻ സ്റ്റോർ എന്നാണ് പറയുന്നത്. എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ് എന്ന് അമൽ രാജ് പറയുന്നു. ജിസ മേരി ജോൺ പറയുന്നത് ബി കെയർഫുൾ യുവർ ഓർഡർ എന്നാണ് പറയുന്നത്. അവർക്ക് മോശം അഭിപ്രായമാണ് പറയുന്നത്. മൈ ഫ്രണ്ട് ഓർഡേഡ് പ്രൊഡക്റ്റ്, ഒരു കൂട്ടുകാരിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ലക്ഷ്മിക്ക് പറയാനുള്ളത് ആക്ച്വലി ഐ വാണ്ടഡ് ടു ഗീവ് 0 സ്റ്റാർ എന്നാണ് പറയുന്നത്. 0 സ്റ്റാറിൻ്റെ ഓപ്ഷൻ ഇല്ല, തന്തയ്ക്ക് വിളിക്കാനുള്ള ബട്ടണും ഇല്ല. അതൊരിക്കലും ഗൂഗിൾ വെക്കില്ല. കാര്യം ഇവരെ പോലുള്ളവർക്ക് പിന്നീട് ഇത് വളരാൻ ഉള്ള ഒരു തടസ്സമായി മാറുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വെക്കാത്തത്. ചതിയന്മാരെന്നാണ് എൽ സി റാണി പറയുന്നത്. ചീറ്റേഴ്സ്, ബെഗേഴ്സ്, ദേ ആർ ചീറ്റ് പീപ്പിൾ ഹൂ. ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ടും തോന്നുന്നുണ്ട്. എന്നാൽ ഇത് വായിക്കുന്നവർക്ക് കോമഡി ആണെങ്കിലും ഇത് റിവ്യൂ ഇടുന്നതിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമാണ്. ജോയിലും 1 സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രോഡ് എന്ന് 3 പ്രാവശ്യം പറയുകയാണ്. ലക്ഷ്മി സുരജയ ലക്ഷ്മിയോ അങ്ങനെ എന്തോ ആണ് പേര്. എനിക്ക് വായിക്കാൻ മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഹിന്ദിക്കാരായിരിക്കും. പൂർ കസ്റ്റമർ സർവീസ് എന്ന കവിത പറയുന്നു. വാണിംഗ് സ്റ്റേ ഫ്രം സൈറ്റ്. സന്ദീപും പറയുന്നത് മോശം അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കൈ കഴിക്കുന്നു, എനിക്ക് വയ്യ. 17 മിനിറ്റായി തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല. പോസിറ്റീവ് കമൻറ്റ് കാണുമായിരിക്കും ചിലപ്പോൾ. അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇടിപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ പോസിറ്റീവ് കമൻറ്റ്. അതുകൊണ്ട് പോസിറ്റീവ് കമൻറ്റ് ഏറ്റവും താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പേര് 1 സ്റ്റാർ കൊടുത്തിട്ട് ഇവർക്ക് 3.2 എങ്ങനെ വന്നെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് പെയ്ഡായിട്ട് ഇവർ പൈസ മുടക്കിയിട്ടാണ് ഇവർ 3.8 3.4 അങ്ങോട്ട് റിവ്യൂ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ജെനുവിൻ കസ്റ്റമേഴ്സ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് ഇതാണെന്നറിയണം. തന്നിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചെടുക്കില്ല, വാട്സാപ്പിൽ റിപ്ലൈയും ഇല്ല, പൈസ ട്രാൻസ്ഫർ ചെയ്താൽ കൺഫർമേഷൻ മെസ്സേജും ഇല്ല. ഇതുപോലൊരു ഗുഡായപ്പ് സൈറ്റ് എന്നാണ് ജയേഷ് കെ വിജയന് പറയാനുള്ളത്. ഇറ്റ്സ് എ ഫ്രോഡ് വെബ്സൈറ്റ് എന്ന് സഞ്ജയ് പറയുന്നു. ഐ ഹാവ് ഓർഡേഡ് സെപ്റ്റംബർ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ലെന്നാണ് അദിതി റെഡ്ഡി പറയുന്നത്. ഹിന്ദിക്കാരിയാണ്, കുഴപ്പമില്ല, ഹിന്ദിക്കാരില്ല, അങ്ങനെ തന്നെ വേണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പളനിസ്വാമിയും തമിഴന്മാരെയും പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പളനിസ്വാമിയെ ഇവർ പറ്റിച്ചിരിക്കുന്നത് 3800 രൂപയാണ് പറ്റിച്ചിരിക്കുന്നത്. പുള്ളിക്കാരന് കിട്ടിയില്ലെന്ന് അറിയത്തില്ല. പളനിസ്വാമിയെയും പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിക്കാർക്ക് മാത്രമല്ല തമിഴന്മാർക്കിടയിൽ ഇവർക്ക് പിടിയുണ്ടെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കൃതികയും എനിക്ക് തെലുങ്കത്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തെലുങ്കിലേക്ക് ഇവർ പോകുന്നുണ്ട്. തെലുങ്കാനയിൽ ഇവർ പറ്റിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർക്കും സെയിം അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. ദേ ആർ മെൻഷൻ 20 വർക്കിംഗ് ഡേയ്സ് എത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്തത്തില്ലാണ് ഇവരെന്ന് ശ്രീലു പറയാനുള്ളത്. മിന്നു തോമസിനും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. വെരി ബാഡ് എക്സ്പീരിയൻസ്, ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും പറ്റിക്കപ്പെടും, ആരും ഇതിൻ്റെ പുറകെ പോകാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ജിഷ പറയാനുള്ളത്. ജിഷ, താങ്കൾ ഇത് മലയാളത്തിൽ തന്നെ പറഞ്ഞതിന് വളരെ നല്ല കാര്യമാണ്. കാര്യം ഈ ഇംഗ്ലീഷ് കമൻ്റ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും വായിക്കത്തില്ല. അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിൻ്റെ റിവ്യൂസ് വായിച്ചു കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ജിഷയെ പോലുള്ളവർ ഇങ്ങനെ മലയാളത്തിലിടുന്നത് വളരെ ഉപകാരമാണ്. എല്ലാവരും ഭയങ്കര ഇംഗ്ലീഷുകാരായതുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷിൽ ഇടുന്നുള്ളൂ. ഇംഗ്ലീഷുകാരായിരിക്കത്തില്ല, ഇപ്പോൾ ഹിന്ദിക്കാരെ കൂടുതൽ പറ്റിക്കുന്നുണ്ട്. ഹിന്ദിക്കാർക്ക് ഹിന്ദിയിൽ ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഇടുന്നത്.
ഓക്കെ, സ്നേഹയും അത് തന്നെയാണ് പറയുന്നത്. ജനനി പറയുന്നതും വെരി പുവർ കസ്റ്റമർ സർവീസ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓർഡർ കൃത്യം 19 മിനിറ്റായി, ഇത് രക്ഷയില്ല. എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇനി കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതാണ്, ഇത് തീർന്നിട്ടില്ല, ഇത് ഇനിയും ഇങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ബാഡ് സർവീസ്, കുറച്ചുകൂടെ സ്പീഡിലോ. ഐ ഗോട്ട് ചീറ്റഡ് എന്ന് പറയുന്നു ഷെറിൻ. മെർലിൻ മാത്യുവും അത് തന്നെയാണ് പറയുന്നത്. അനുഷയും 0.5 അതാണ് അവർ പറയുന്നത്. ഡോൺ ഫാൾ പേ ഫോർ ദിസ് റീൽസ്. റീൽസ് കണ്ടിട്ടാണ്, റീൽസിലൂടെയാണ് ആളുകൾ പറ്റിക്കപ്പെടുന്നതെന്നാണ് നമുക്കിതിൽ നിന്നും കൂടുതൽ മനസ്സിലാവുന്നത്. 20 മിനിറ്റ് വീഡിയോ ഉണ്ട്, ഇതൊക്കെ മുഴുവൻ ആരും കാണുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയുകയാണ്. പത്തറ്റിക് സർവീസ്, എക്സ്പെക്ട് സീറോ റെസ്പോൺസ്. ഇനി കുറച്ച് സ്പീഡിൽ ഓടിക്കാം. എല്ലാവരും 0 0 0 0 0 വരുന്ന വളരെ വളരെ മലയാളം വന്നിട്ടുണ്ട്. വളരെ മോശം അനുഭവം. ഞാൻ ഓർഡർ ചെയ്തിട്ട് 50 ദിവസം കഴിഞ്ഞു, 35 റിവ്യൂസ് ലഭിക്കുന്നു പറഞ്ഞിട്ട് ഇന്ന് സ്പീഡ് പോസ്റ്റിന് അതിനും കൂടുതലുള്ള പൈസ ഞങ്ങൾ പേ ചെയ്തിരുന്നു. ഇതുവരെ വിളിച്ചിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഇട്ടു, ഒരു റെസ്പോൺസ് ഇല്ല. ഫേസ്ബുക്കിൽ ഇവരോട് ഓർഡിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവർ ബ്ലോക്ക് ആക്കി. ഗൂഗിളിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് റെസ്പോൺസും ഇല്ല എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നതെന്ന് വെച്ചാൽ ബിന്ദു ആണ് പറയുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. എനിക്കിനി സ്ക്രോൾ ചെയ്യാൻ വയ്യ, എൻ്റെ കൈയൊക്കെ കഴിച്ചു തുടങ്ങി. കൈക്ക് കോച്ചിപ്പിടുത്തം ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് നിർത്തുകയാണ്. എന്നാലും ഒന്ന് കുറച്ച് സ്പീഡിൽ ഓടിക്കാം. ഗീതി പറയുന്നതും ദിവ്യ പറയുന്നതും പ്രീതി പറയുന്നതും റിയ പറയുന്നതും AMJ പറയുന്നതും എല്ലാം ഇവർ മോശമെന്നാണ് പറയുന്നത്, ഇതൊരു ഫ്രോഡാണെന്ന് പറയുന്നത്. റിഡ പറയുന്നതും അത് തന്നെയാണ് പറയുന്നത്. അപർണ ജയകുമാറും എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് പറയാനുള്ളത്. ഇപ്പോൾ എങ്ങനെ ഇവർ 3.4 സ്റ്റാറിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറഞ്ഞാൽ അവർ പെയ്ഡായിട്ട് റിവ്യൂ ഇടിയിപ്പിച്ചാണ് പറയുന്നത്. ഒരു സൗഭാഗ്യ പറയുന്നത് ആരും ഇതിൽ നിന്നും വാങ്ങിക്കരുത്. നവംബർ ഓർഡർ ചെയ്ത ഡ്രസ്സാണ്, ഞങ്ങൾക്ക് ഇതിട്ട് നൽകിയിട്ടില്ല, പൈസ വാങ്ങിയെടുത്തു, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എല്ലാവർക്കും ഫോൺ എടുക്കത്തില്ല, വെരി മോശമെന്നാണ് പറയുന്നത്, ഫേക്കാണെന്നാണ് പറയുന്നത് വേറെ ആരുമില്ല, സൗഭാഗ്യമാണ്. മധുശ്രീയും ഇത് തന്നെയാണ് പറയുന്നത്. പ്രൊഡക്റ്റിൽ കാണുന്ന പിക്ചർ അല്ല, പിക്ചറിൽ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ല ഇവിടെ വരുമ്പോൾ ഉള്ളത്. മറ്റേ മമ്മൂട്ടിയും സൂര്യമനസ്സിലെ മമ്മൂട്ടിയും പോലെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, ഭുവിക്കും പറയാനുള്ളത് തന്നെയാണ്. ഇവർ കൂടുതലും ഹിന്ദിക്കാരെയാണ് നോർത്ത് ഇന്ത്യൻസിനാണ് ഇവർ കൂടുതലും എയിം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലസ്സി പറയുന്നത് അതിനാണ്. ബ്ലസ്സി പറയുന്നത് പ്ലീസ് പ്ലീസ് പ്ലീസ്, കാല് പിടിച്ച് പറയുകയാണ്, ഓർഡർ ഡോണ്ട് ഓർഡർ എനിത്തിങ് ഫ്രം ദം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ബാഡ് എക്സ്പീരിയൻസ് എന്ന് മില്ലി പറയുന്നു. ലത പറയുന്നത് അത് തന്നെയാണ്. അശ്വിനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അനുപമയ്ക്കും അശ്വിനിക്കും വിദ്യയ്ക്കും എല്ലാവർക്കും ഇത് തന്നെയാണല്ലോ പറയാനുള്ളത്. ഭവ്യകുമാറും സെയിം ഇത് തന്നെയാണ് പറയുന്നത്. സമയത്തിന്റെ സമയത്തിന്റെ പരിമിതി കാരണം ഇപ്പോൾ 22 മിനിറ്റ് ആയിട്ടും ഇത് 1 സ്റ്റാർ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനിത് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാര്യം ഇനി ബാക്കിയുള്ളവർക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ സൈറ്റിൽ കയറി കാണാനാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സൈറ്റിൽ കയറി കാണുക. ഇതുപോലെയുള്ള സ്കാമേഴ്സിന്റെ വലയിൽ വീഴാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ആമി, ആര്യ, സ്മിത, കണ്ണൻ, നിമിഷ മാത്യു, ജ്യോത്സ്ന, ശില്പ, പ്രമോദ് എല്ലാവരും ഇട്ടിരിക്കുന്നത് തന്നെയാണ്. ഡോണ്ട് ബൈ എനി പ്രൊഡക്റ്റ് ഫ്രം ദിസ് വെബ്സൈറ്റ് എന്നാണ് സിദ്ധാർത്ഥൻ മോഹൻ കുമാർ പറയുന്നത്. മൈ ഫ്രണ്ട് വേർ, എൻ്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്ന. അഡ്വക്കേറ്റിനെയും പറ്റിച്ച്, ഡോക്ടറിനെയും പറ്റിച്ച്, ഹിന്ദിക്കാരെയും തമിഴന്മാരെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ ചെയ്തു കൊടുത്ത എന്നെ ഇവർ പൈസ തരാതെ പറ്റിച്ചു. എനിക്ക് വെറും 20,000 രൂപയാണ് ഇവർ തന്നിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പേരിൽ. റമയ ഡിസൈൻസ് എന്നിട്ട് പ്ലേ സ്റ്റോറിൽ ആപ്പുണ്ട്. അപ്പോൾ ഞാനും വഞ്ചിക്കപ്പെട്ടവനാണ്. എനിക്കും ആകെ 20,000 രൂപയാണ് വിലയിട്ടത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. ഫ്ലിപ്കാർട്ടിൻ്റെ സെയിം ഫെസിലിറ്റി തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ പോട്ടെ, അവൻ കൊണ്ട് തിന്നട്ടെ. ഞാൻ മാത്രമാണ് പറ്റിക്കപ്പെട്ടതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. ആ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. സുജിക്ക് തന്നെയാണ് പറയാനുള്ളത്. എസ്തർ, ഇത് തീരുന്നില്ലല്ലോ. മതി കേട്ടോ, ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളവർ അതിൽ വന്ന് നോക്കിയാൽ മതി. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് 0 0 0 0 0 സ്റ്റാർ ആണ് പറയുന്നത്. എല്ലാവരും 1 സ്റ്റാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1 സ്റ്റാറിൻ്റെ ഒരു പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ നിർത്തുകയാണ്. 24 മിനിറ്റ് ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തും. കാര്യം ഇനി ഇത് ഡൗൺ ആക്കി പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് വാങ്ങിയ ഡ്രസ്സിൻ്റെ ഉൾപ്പെടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഫേക്ക് കമ്പനി എന്നാണ് നജിയയ്ക്ക് പറയാനുള്ളത്. സൗമ്യയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കിരൺ പറയുന്നതും അത് തന്നെയാണ്.
സ്നേഹയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ക്രിസ്റ്റീനയ്ക്കും ദിവ്യയ്ക്കും എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളത്. രശ്മി പറയുന്നത് രശ്മി ഭയങ്കര കലിപ്പിലാണ്. ഡോൺ പർച്ചേസ് ഫ്രം ദിസ് ബൊട്ടിക് ഫേക്ക് ഫസ്റ്റ് ഓൾ ഓഫ് ദേ ഡസ് നോട്ട് റെസ്പോണ്ട് കോൾസ് എന്നാണ് പറയുന്നത്. വെരി ഡിസപ്പോയിന്റഡ് പുവർ ക്വാളിറ്റി. ഇത് തീരുന്നില്ല. ഇതിങ്ങനെ ഒരു സാഗരം പോലെ കിടക്കുകയാണ്. ലോഡ് മോഡ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും പേര് പറ്റിച്ചിട്ട് വീണ്ടും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടല്ലോ എന്നാണ് എനിക്കിത് മനസ്സിലാവാത്തത്. വളരെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണല്ലോ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മോശം അഭിപ്രായം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഫ്രോഡ് ഓൺലൈൻ ഷോപ്പ് എന്നാണ് പറയുന്നത്. ഈ ഷോപ്പിൻ്റെ പേര് വേറെ ഒന്നുമില്ല, തമീഹ ഡിസൈൻസ് എന്നാണ്. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെക്കേണ്ടത് ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങാനല്ല, ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാനാണ് തമീഹ ഡിസൈൻ എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് വെക്കാൻ പറയുന്നത്. വെരി ലേറ്റ് ഡെലിവറി. എല്ലാവരും ബാഡ് വെരി ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. വാട്ട് ടു സേ ഒന്നും പറയാനില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാം ഇതിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുള്ളത് വീണ്ടും നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സ്ക്രോൾ ചെയ്ത് എൻ്റെ കൈയുടെ പണി തീർന്നു. ഞാൻ ഇനി പോയിട്ട് എന്തെങ്കിലും ബാം വാങ്ങി കയ്യിലിടണം. എൻ്റെ 2 വിരലിൻ്റെ പണി തീർന്നു. എൻ്റെ വിരൽ തേഞ്ഞു പോയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം അത്രയും ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടും ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇതിനകത്ത് വന്നിട്ടില്ല. ഇത്രയും പേര് ഒരുമിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ പൈസ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ പണി ചെയ്തുണ്ടാക്കിയ കാശ് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് തീരത്തില്ല. അക്ഷയപാത്രം പോലെ ഇത് തുളുമ്പില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മോശം മോശം സംഭവങ്ങൾ പറഞ്ഞെടുക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ഇന്നത്തോടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ ഓൾ.